ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു. കുറേയധികം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കുറേ വാണിംഗ് ഒക്കെ കൊടുത്തു. എക്സ്പെഷ്യലി നമ്മുടെ റസ്മിന് ലാലേട്ടൻ ഒരു യെല്ലോ കാർഡ് കാണിച്ചു. അതായത് റസ്മിൻ കഴിഞ്ഞ ദിവസം ജാസ്മിനുമായിട്ടുണ്ടായ ഒരു ഫൈറ്റിൽ റസ്മിൻ്റെ ഭാഗത്തു നിന്നൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരുന്നു. അതിൻ്റെ പേരിൽ ലാലേട്ടൻ ഒരു യെല്ലോ കാർഡ് കാണിച്ചു. അത്രേ ഉണ്ടായുള്ളൂ പണിഷ്മെൻ്റായിട്ട്. പിന്നെ നമ്മുടെ ശരണ്യ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി. അതായത് ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവിളക്കിലെ വേദിക ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി. അപ്പോൾ അതിനൊരു എന്താ പറയുക, കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ശരണ്യ പവർ റൂമിലായതുകൊണ്ട് സേഫായിട്ട് ഔട്ടാകാതെ നിന്നു. സത്യം പറഞ്ഞാൽ പവർ ടീമിലല്ലായിരുന്നുവെങ്കിൽ ശരണ്യ പണ്ടൊക്കെ, അതായത് ഇതിന് മുന്നേ എവിക്റ്റായി പോയേനെ. അപ്പോൾ അങ്ങനെ ഇന്ന് ശരണ്യ എവിക്റ്റായി. നാളെ ഒന്നല്ലെങ്കിൽ ശ്രീരേഖ പുറത്താവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും ഇന്ന് ശരണ്യ ഔട്ടായി. അതായത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയായിരുന്നു, ശരണ്യയുടെ ഡ്രസ്സിങ് കുറച്ച് മോശമായിരുന്നു എന്നുള്ളത്. കറക്റ്റ് കാര്യമാണ് കേട്ടോ. ശരണ്യയുടെ ഡ്രസ്സിങ് ഭയങ്കര മോശമായിരുന്നു. ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിട്ട് ഇത്ര മോശമായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്ന വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പക്ക ക്ലിയർ ആയിരുന്നു. പക്ഷേ ഈ ശരണ്യ മാത്രം കുറച്ച് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചൊരു ബോറായിട്ട് എല്ലാവർക്കും തോന്നിയിരുന്നു, എനിക്കും തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രോളുകളും കുറേയധികം വീഡിയോസൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സന്തോഷം. ഇനിയിപ്പോൾ അങ്ങനെയുള്ള കത്തി വേഷങ്ങൾ നമ്മൾ കാണണ്ട. എന്തായാലും ശരണ്യ പുറത്തായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നാളെ ശ്രീരേഖ പുറത്താവാനാണ് ചാൻസ്. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ ശരണ്യ പുറത്തായപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ അപ്സരയാണ്. കാരണം അപ്സരയും ശരണ്യയും ശ്രീതും ഇവരൊക്കെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അപ്സരയ്ക്ക് ഭയങ്കര സങ്കടം ശരണ്യ ഔട്ടായപ്പോഴത്തേക്കിനും. അപ്പോൾ അപ്സര ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരണ്യയും ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്ര പെട്ടെന്ന് എവിക്റ്റായി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പുറത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പവർ റൂമിൽ നിന്നൊന്ന് ഇറങ്ങേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ ഈ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച പവർ ടീമിലുണ്ടായിരുന്നവരൊക്കെ ഇനി വരുന്ന ആഴ്ച പവർ ടീമിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ആൾക്കാർ പുറത്താവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരണ്യ എവിക്റ്റായി. അപ്പോൾ ഇനി ബാക്കി ലാലേട്ടൻ പറഞ്ഞത് പവർ ടീമിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് നാളെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നാളെ ശ്രീരേഖ എവിക്റ്റാകാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. അപ്പോൾ ഇനി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയില്ല. ഇനി ശ്രീരേഖയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും കൂടുതലും നമുക്കറിയാൻ കഴിയുന്നത് ശരണ്യയും ശ്രീരേഖയും പുറത്തായി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. അപ്പോൾ അതിലെന്തായാലും ഇന്ന് ശരണ്യ പുറത്തായി. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും ശ്രീരേഖ പുറത്താവുന്ന ആ ഒരു സംഭവം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ശരണ്യ എവിക്റ്റായി പോയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.